രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇന്നും തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക, വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ. അതേസമയം രാജ്യത്തെ ഞെട്ടിച്ച സ്ഫോടനം ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബാംഗ്ലൂരു കഫേ സ്ഫോടനത്തിൽ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയാണ്. മംഗലാപുരത്തെ സ്ഫോടനവുമായി സാമ്യം ഉണ്ട് എന്നാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനി ആണ് ചേരുന്നത്. അശ്വിനി, കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനം കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് രാജ്യത്ത് ഇത്തരത്തിൽ ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഊർജിതമായ അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഇതിൽ 2022 നവംബർ 19 ഒരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായ സ്ഫോടനം പ്രഷർ കുക്കർ ബോംബായിരുന്നു. അത് IED ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുമായി സാമ്യമുള്ള സ്ഫോടക വസ്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോംബാണ് ഇവിടെ രാമേശ്വരം കഫേയിലും ഇന്നലെ പൊട്ടിത്തെറിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബൾബിന്റെ ഫിലമെന്റ് ഒരു ഡിറ്റനേറ്റർ ആക്കി അത് ചൂടാകുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്ന തരത്തിലാണ് അത് തയ്യാറാക്കിയിരുന്നത്. സമാനമായ ബോംബ് തന്നെയായിരുന്നു 2022 നവംബർ 19 ഓട്ടോറിക്ഷയിലുണ്ടായ സ്ഫോടനത്തിലും ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് IS-ലേക്ക് പോകാൻ താല്പര്യമുള്ളവർ സ്വയം ഈ യൂട്യൂബ് വീഡിയോ അടക്കം കണ്ട് പഠിച്ച് തയ്യാറാക്കിയ ഒരു ബോംബാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. NIA ആണ് ഇപ്പോൾ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു തീവ്രവാദ ബന്ധം അടക്കമുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും എന്നാൽ ഈ തീവ്രവാദ ആശയങ്ങളോട് താല്പര്യമുള്ള യുവാക്കളാകണം ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സാമ്യത, അതായത് മംഗളൂരുവിൽ ഉണ്ടായ സ്ഫോടനവുമായി ഒരു സാമ്യത കണ്ടെത്തി അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. കാരണം ഈ വീഡിയോകൾ യൂട്യൂബിലടക്കം ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വീഡിയോകൾ അതുപയോഗിച്ചാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ള നിഗമനത്തിൽ പോലീസ് ഉള്ളത്. കാരണം പൊട്ടാസ്യം നൈട്രേറ്റിന്റെ 500 ഗ്രാം ആണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നടക്കം ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് 2022 പൊട്ടിത്തെറിച്ചത് പ്രഷർ കുക്കർ ബോംബാണെങ്കിൽ ഇതൊരു ടിഫിൻ ക്യാരിയറിനകത്ത് ഒരു ചെറിയ ബാഗിനകത്ത് ഒളിപ്പിച്ച ടിഫിൻ ക്യാരിയർ അത് ഒരു നമ്മുടെ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇത് ഇയാൾ ഈ കഫേയിലേക്ക് വന്നയാൾ അവിടെ നിന്ന് ഇഡ്ഡലി അടക്കം കഴിച്ചിട്ടതിന് ശേഷം പോയി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ടൈമർ ഉപയോഗിച്ചാണ് ഇത് പൊട്ടിത്തെറി നടത്തിയതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് NIA ആണ് ഇപ്പോൾ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് ഇത് കൈമാറിയിരുന്നുവെങ്കിലും കർണാടക കൈമാറിയിരുന്നുവെങ്കിലും അത് NIA ഏറ്റെടുക്കുകയായിരുന്നു. UAPA അടക്കം ചുമത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു സ്ഫോടനം ഇപ്പോൾ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസിനെ പഴിചാരി BJP കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം സ്ഫോടനത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. അത് ചെറിയ ഇന്റൻസിറ്റിയിൽ, അതായത് വലിയ തീവ്രതയുള്ള ഒരു സ്ഫോടനമായിരുന്നില്ല എന്നതടക്കമുള്ള വാദങ്ങളൊക്കെയാണ് കോൺഗ്രസ് നിരത്തുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ തുടരുമെന്നുള്ളത് ഉറപ്പാണ്. കേസ് അന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുന്നു. അഭിലാഷ്, റൈറ്റ്, അതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ആരാണ് സ്ഫോടനം നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വീണ്ടും തീവ്രവാദ സംഘടനകൾ സജീവമാകുന്ന പശ്ചാത്തലമാണോ ഉള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നത്. അതുകൊണ്ട് തന്നെ ഊർജിതമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ.